റഷ്യ യുക്രൈൻ യുദ്ധം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നിർണായക നീക്കവുമായി യുക്രൈന് വ്യോമപ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് ലഭിച്ചു. റഷ്യയുടെ ആക്രമണം ചെറുക്കാൻ യുക്രൈന് കൂടുതൽ US നിർമ്മിത പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനം ലഭിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് അറിയിച്ചത്. യുക്രൈൻ പുതുതായി വികസിപ്പിച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും വ്യാവസായിക ഉൽപ്പാദനം തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് റഷ്യ. അതിനിടയിലാണ് പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനം ലഭിച്ചത്. യുക്രൈനിൽ ഇപ്പോൾ കൂടുതൽ പാട്രിയറ്റ് ലഭ്യമായെന്നും വ്യോമപ്രതിരോധ സംവിധാനം പ്രവർത്തന സജ്ജമാണെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യൻ മിസൈലുകൾക്കെതിരെ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ സംവിധാനമാണ് പാട്രിയറ്റ്. കൂടുതൽ പാട്രിയറ്റ് നൽകണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് ഈ വ്യോമപ്രതിരോധ സംവിധാനം യുക്രൈന് ലഭ്യമായില്ല. രാജ്യത്തെ പ്രധാന അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും സെലൻസ്കി പറഞ്ഞു. പാട്രിയറ്റ് നൽകിയ ജർമ്മനിക്കും ചാൻസലർ ഫ്രെഡറിക് മേഴ്സിനും സെലൻസ്കി നന്ദി പറഞ്ഞു. നേരത്തെ യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. പുടിൻ വളരെ മനോഹരമായി സംസാരിക്കും, പക്ഷേ വൈകുന്നേരമാകുമ്പോൾ എല്ലാവരെയും ബോംബെറിയുകയും ചെയ്യും. ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന് പ്രതിരോധം തീർക്കാൻ മിസൈലുകൾ നൽകുന്നതെന്നും വിശദീകരിച്ചു. പാട്രിയറ്റ് മിസൈലുകൾ എത്ര എണ്ണമാണ് യുക്രൈന് നൽകുക എന്ന കാര്യം ട്രംപ് വെളിപ്പെടുത്തിയില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് അതിൻ്റെ ചെലവ് വഹിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പുടിൻ്റെ പിടിവാശിയാണ് കാര്യങ്ങൾ അവതാളത്തിലാക്കിയതെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ താൻ പ്രസിഡൻ്റായാൽ ഉടനടി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വീമ്പിളക്കിയിരുന്നു. എന്നാൽ പ്രസിഡൻ്റായി മാസങ്ങൾ പിന്നിട്ടപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് റഷ്യക്കെതിരെ കടുത്ത നിലപാടിലേക്ക് ട്രംപ് എത്തിയത്. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപുമായി വാക്പോരിൽ ഏർപ്പെട്ടിരുന്നു. എങ്കിലും പിന്നീട് പെട്ടെന്ന് ഒത്തുതീർപ്പിലേക്ക് എത്തുകയായിരുന്നു. ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്ക നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈൻ്റെ ധാതുസമ്പത്തിൻ്റെ വലിയൊരു ഭാഗം വിട്ടു നൽകാൻ പോലും സെലൻസ്കി തയ്യാറായിരുന്നു. എന്നാൽ യുദ്ധം ഒത്തുതീർപ്പിലെത്തി മുന്നോട്ട് പോകണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. അതിനായി ട്രംപ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന കാര്യത്തിൽ പുടിൻ അലംഭാവം കാട്ടി. ട്രംപ് പലതവണ പുടിനുമായി ഫോണിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയില്ല. റഷ്യയിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ കൂടുതൽ പ്രതിരോധ സന്നാഹങ്ങൾ വേണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് യുക്രൈന് ആയുധം നൽകാൻ തീരുമാനിച്ചത്.